പാതിവിലെ തട്ടിപ്പിനിരയായവർ വടക്കം പറവൂർ കോടതി പരിസരത്ത് ഒത്തുചേർന്നു. 500-ലധികം പേരാണ് പറവൂരിൽ മാത്രം പറ്റിക്കപ്പെട്ടത്. തട്ടിപ്പിനെതിരെ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കാനാണ് പരാതിക്കാർ ഒത്തുചേർന്നത്. വിവരങ്ങളുമായി നിതിൻ അംബുജൻ. നിതിൻ, മുന്നോട്ടുള്ള നിയമത്തിന്റെ വഴി എന്തൊക്കെയാണ്, വ്യവഹാര വഴി എന്തൊക്കെയാണ് എന്ന് ഒത്തുചേർന്നവർ ചർച്ച ചെയ്തോ? ഒത്തുചേരൽ എന്തുകൊണ്ടായിരുന്നു നിതിൻ? ഹാഷ്മി, എന്തായാലും പറവൂരിലാണ് ഇപ്പോൾ ഈ പരാതിക്കാരെല്ലാം തന്നെ ഒത്തുചേർന്നിരിക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കാണാം. പറവൂർ കോടതി പരിസരത്ത് ഏതാണ്ട് 50-ലധികം പേർ ഇവിടെ ഒത്തുചേർന്നിട്ടുണ്ട്. നമുക്കറിയാം പറവൂരിൽ മാത്രം ഏതാണ്ട് 800-ലധികം പേർക്കാണ് പരാതി ഉള്ളത്. ഇതിൽ ഏതാണ്ട് 530-ലധികം കേസുകൾ ഇതിനെ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പാണ്. 1000 കോടിയിലധികം രൂപയുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. ഈ തട്ടിപ്പിനിരയായവർക്ക് ഒരു നിയമസഹായം നൽകാനുള്ള ഒരു ആക്ഷൻ കൗൺസിലെല്ലാം തന്നെ രൂപീകരിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട്. അതിനുള്ള നിയമസഹായമെല്ലാം ചില അഭിഭാഷകർ നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ തന്നെ ഇത്തരത്തിൽ ഈ ഒരു ജനസേവാ ട്രസ്റ്റ് മുഖേന പാതിവിലേക്ക് സ്കൂട്ടറും ഗൃഹോപകരണങ്ങളും ലഭിക്കുമെന്ന വാഗ്ദാനം വന്നതിന് പിന്നാലെ പലരും അത് രജിസ്റ്റർ ചെയ്തു. ആ രജിസ്റ്റർ ചെയ്ത പ്രകാരം ഇവർക്ക് ഇത് കിട്ടാത്ത ആളുകളെല്ലാം തന്നെ ഇവിടെ ഒത്തുചേർന്നിരിക്കുകയാണ്. പലർക്കും 50 മുതൽ 60,000 രൂപ വരെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പാണ്. ഈ തട്ടിപ്പിനിരയായവർ ഇങ്ങനെ ഒത്തുകൂടുമ്പോൾ ഇവർ ഏത് നിലയിലാണ് ഇനിയുള്ള നിയമസഹായമായി മുന്നോട്ട് പോവുക എന്നത് ഒരു ചോദ്യമാണ്. എന്തായാലും തട്ടിപ്പിനിരയായവർ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നിങ്ങൾക്ക് എന്തായിരുന്നു വാഗ്ദാനം? ഇത് പാതിവിലക്ക് സ്കൂട്ടർ കിട്ടുമെന്നുള്ള വാഗ്ദാനത്തിലാണ് നമ്മൾ ഞാൻ കഴിഞ്ഞ മാർച്ചിൽ പണം അടച്ചായിരുന്നു. കഴിഞ്ഞ ഒക്ടോബറിൽ ഈ തത്തപ്പള്ളിയിൽ വെച്ചിട്ട് വണ്ടികളുടെ വിതരണം ഉണ്ടായിരുന്നു. ഹൈബീഡൻ MLA വന്നിട്ട് ഉദ്ഘാടനം ചെയ്ത് അന്ന് എനിക്ക് ടോക്കൺ കിട്ടിയായിരുന്നു. ആദ്യം രജിസ്ട്രേഷൻ നടപടിക്ക് എങ്ങനെയാണ് ആദ്യം കടന്നത്? ഏത് തരത്തിലാണ് ഇങ്ങനെ ഒരു സ്കൂട്ടർ വിതരണം ചെയ്യുന്നതായിട്ട് അറിഞ്ഞത്? ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് വണ്ടി കിട്ടിയായിരുന്നു. അപ്പോൾ അതുവഴി അന്വേഷിച്ചപ്പോഴത്തേക്കും നമുക്കൊരു ഗൂഗിൾ ഫോം വാട്സപ്പ് ത്രൂ കിട്ടി. ആ ഗൂഗിൾ ഫോം ഫിൽ ചെയ്തിട്ട് ഓൺലൈൻ ത്രൂ ആണ് നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവരൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ട് അതിലാണ് നമുക്ക് അപ്ഡേഷനും കാര്യങ്ങളും തന്നു വെച്ചത്. രജിസ്ട്രേഷൻ നടപടി കഴിഞ്ഞിട്ട് എത്ര കാലം കഴിഞ്ഞിട്ടാണ് ഈ ടോക്കൺ കിട്ടിയത്? മാർച്ചിൽ ചെയ്തിട്ട് നവംബറിലാണ് കിട്ടിയത്. ഹൈബീഡൻ ടോക്കൺ അല്ല, ടോക്കൺ ഈ ട്രസ്റ്റിന്റെ ആൾക്കാരാണ് നമുക്ക് JSS ട്രസ്റ്റിന്റെ ആൾക്കാരാണ് വന്നത്. ആ പ്രോഗ്രാം അവിടെ ഒരു ഇനാഗുറേഷൻ ചെയ്തത് ഹൈബീഡൻ ആയിരുന്നു. ടോക്കൺ ലഭിച്ച ശേഷം പിന്നീട് ഒരു അറിവ് ഈ സംഘത്തെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ഇല്ല കിട്ടും പറഞ്ഞിട്ടും പിന്നെ അപ്ഡേഷൻ ഒന്നും ഇല്ല. നമ്മൾ വിളിക്കുമ്പോഴത്തേക്കും ഉടനെ കിട്ടും അല്ലാണ്ട് വേറെ ഒന്നും ഒരു പറയട്ടെ. 62,000 തട്ടിപ്പാടെന്ന് നിങ്ങൾക്ക് മനസ്സിലായത്, ബോധ്യപ്പെട്ടത്? നമുക്കിപ്പോ ന്യൂസിൽ കാര്യങ്ങൾ കണ്ടപ്പോഴത്തേക്കാണ് തട്ടിപ്പാന്ന് മനസ്സിലായത്. ഹാഷ്മി, ഇദ്ദേഹം ഒരു കാര്യത്തിൽ ഭാഗ്യവാനാണ്. കാരണം ഒരു ടോക്കണെങ്കിലും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ടോക്കൺ ലഭിക്കാത്ത ഒത്തിരി പേർ ഇവിടെയുണ്ട്. നമുക്കറിയാം രജിസ്ട്രേഷൻ നടപടികൾക്ക് ശേഷം പിന്നീട് ഇവരുടെ സ്കൂട്ടറോ അല്ലെങ്കിൽ ഗൃഹോപകരണങ്ങളോ ഒന്നും തന്നെ എപ്പോൾ ലഭിക്കുമെന്നറിയാത്ത ഒത്തിരി പേരാണ് ഇവിടെ ഒത്തുകൂടുന്നത്. അങ്ങനെ ടോക്കൺ ലഭിക്കാത്ത നിരവധി പേർ ഇവിടെ ഒത്തുകൂടുന്നുണ്ട്. ഇവർ എന്തായാലും നിയമസഹായമായി നിയമത്തിന്റെ വഴിക്ക് തന്നെ നീങ്ങാനാണ് തീരുമാനം. ചേച്ചി എപ്പോഴാണ് ഇതിലേക്ക് രജിസ്ട്രേഷൻ ചെയ്തത്? ഞാൻ 7 ഓഗസ്റ്റിനാണ് ചെയ്തത്. സ്കൂട്ടർ തന്നെയാണോ? 2 വീലർ ആക്ടിവയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്. എത്ര രൂപ? 62,000 രൂപ. ഈ രജിസ്ട്രേഷന് ശേഷം പിന്നീട് ഒരു അറിവും ഇവരുടെ ഭാഗത്തുനിന്നും ഒരു അറിയിപ്പ് നമ്മളെ ഇടക്ക് വിളിക്കുമ്പോൾ അത് 6 മന്ത്സ് കാലാവധി അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ശരിക്കും ഫെബ്രുവരിയിലാണ് 6 മന്ത്സ് തികയുന്നത്. ടോക്കൺ ലഭിച്ചിരുന്നോ? ഇല്ല, ടോക്കൺ ഒന്നും ലഭിച്ചിട്ടില്ലായിരുന്നു. വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഒരു നിർദ്ദേശം വന്നു, അതിനുശേഷം നിങ്ങൾ ആ ഗൂഗിൾ ഫോം അപ്ലോഡ് ചെയ്ത് പിന്നീട് രജിസ്റ്റർ ചെയ്തു, അങ്ങനെയാണോ? അത് ഞങ്ങൾക്ക് വാർഡില് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഒരു ഇത് തന്നു. അപ്പൊ അതിൽ ഒരു ഏജന്റിന്റെ നമ്പർ ഉണ്ടായിരുന്നു. അയാളെ വിളിച്ചിട്ട് പിന്നീട് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കായിരുന്നു. എന്തായാലും അത്തരത്തിൽ നിരവധി പേരുടെ പരാതികൾ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം കൂടുതൽ പരാതികൾ ഇനി പറവൂർ ഭാഗത്ത് മാത്രം വരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനും തന്നെ 535-ലധികം പരാതികൾ ഈ പറവൂർ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇവരെ നിയമവഴി തന്നെ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ പണം നഷ്ടപ്പെട്ട ഒത്തിരി പേർ, 60,000 മുതൽ 70,000 വരെ പണം നഷ്ടപ്പെട്ട ആളുകളാണ്. എന്തായാലും ഈ പാതുവിലേക്ക് സ്കൂട്ടറും ഗൃഹോപകരണങ്ങളും നൽകുന്നു എന്നുള്ളത് അത് ഇവർക്കൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി ഇവർക്കത് വിവരം ലഭിക്കുന്നു. അതിനുശേഷം പിന്നീട് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി. പക്ഷേ ടോക്കൺ ലഭിക്കാത്ത ആളുകളുണ്ട്, ടോക്കൺ ലഭിച്ചവരുമുണ്ട്. ഇവർക്കെല്ലാം പറയുന്നത് മുൻപ് ഇത്തരത്തിൽ ചില ആളുകൾക്ക് ലഭിച്ചിരുന്നു, ചില സുഹൃത്തുക്കൾ ലഭിച്ചിരുന്നു. അതുവഴിയാണ് ഇത്തരം ഒരു പാതുവിലയിൽ ഇങ്ങനെ സ്കൂട്ടർ നൽകുന്നതായിട്ടുള്ള വിവരം ലഭിച്ചത്. അതിനുശേഷമാണ് അതൊരു വിശ്വാസമായി കണ്ടുകൊണ്ട് രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട്. ഒരു വിശ്വാസമായി കണ്ടുകൊണ്ടാണ് ഈ ഒരു തട്ടിപ്പിന് ഇവർ ഇരയായിരിക്കുന്നത്. ഹാഷ്മി, ഒരു ചെറിയ മേഖലയിൽ മാത്രമാണ് 500-ലധികം പേർ അവിടെ പറ്റിക്കപ്പെട്ടത്. ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളും കേരളത്തിൽ ഈ അനന്തകൃഷ്ണന്റെ കരങ്ങളെത്താത്ത ഏതെങ്കിലും സ്ഥലം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് മറുപടി. ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിൽ വ്യാപകമായ 100, 200, 500, 600 എന്ന നിലയ്ക്ക് വ്യാപകമായ തട്ടിപ്പോൾ. കണ്ണൂരിൽ 2800 നമ്മൾ ഒരു 1.5 മണിക്കൂർ നോക്കുമ്പോൾ പരാതി, ഇപ്പോഴേക്ക് നോക്കുമ്പോൾ ഒരുപക്ഷെ അതിന് മുകളിലേക്ക് പരാതികൾ എത്തും. പരാതി കൊടുക്കാത്തവർ 100 കണക്കിനാണ്. അങ്ങനെ കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പിലൊന്നിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്.